രാഷ്ട്രീയം ഏതായാലും പാർലമെന്റിന്റെ സഭ ഏതായാലും അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടു. അധ്യാപകൻ, ധനകാര്യ ശാസ്ത്രജ്ഞൻ, സർക്കാരുമായി ബന്ധപ്പെട്ട ധനകാര്യ മാനേജ്മെന്റിൽ പ്രായോഗിക സാമർഥ്യത്തിൻ്റെ ഗുരു, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ ഉപരി ഈ രാഷ്ട്രീയത്തെയൊക്കെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. അത് പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ കൂടി നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട തെരഞ്ഞെടുപ്പ് അവിടുത്തെ തോൽവി നൽകിയ ഗുണപരമായ പാഠം എന്താണ്? LDFന്റെ നിന്ന് ഉറച്ച് LDF പ്രവർത്തകർ വിശ്വസിച്ച ഒരു ഭാഗം വോട്ടുകൾ വന്നില്ല വോട്ട് ചെയ്യാൻ. ഇത് വിലയിരുത്തേണ്ടത് ഒന്ന് പല കാരണങ്ങൾ കൊണ്ട് ബോധപൂർവം LDFന്റെ പ്രവർത്തകരായി കരുതിയ പലരും വോട്ടിൽ നിന്ന് മാറി നിന്നു, അല്ലെങ്കിൽ എതിരായിട്ട് വോട്ട് ചെയ്തു. ന്യൂനപക്ഷ വോട്ടുകൾ ഒത്തിരി വരും. കാരണം ക്യാമ്പയിനിലെല്ലാം പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ അവർ നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ അങ്ങനെ പ്രത്യക്ഷമായിട്ടുള്ള എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നുമില്ല. എന്നാൽ അതുണ്ടായില്ല. ദേശീയ തെരഞ്ഞെടുപ്പിൽ LDFന്റെ റോള് ദേശീയ തലത്തിൽ അത്ര പ്രധാനപ്പെട്ടതായിട്ട് അവർ കാണുന്നില്ല. മതന്യൂനപക്ഷങ്ങൾ എതിർപ്പും ദേഷ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. സംഗതി സ്നേഹം തന്നെ, പക്ഷെ ഒട്ടപ്പുറത്താണ് എന്നൊരു നില സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്നവരിലൊരു വിഭാഗം വലിയ അതൃപ്തിയിലായിരുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞു നമ്മൾക്ക് കിട്ടേണ്ടിയിരുന്ന കുറച്ച് വോട്ടുകൾ കിട്ടിയില്ല, പ്രതീക്ഷിച്ച വോട്ടുകൾ കുറേയൊക്കെ വന്നു എന്ന് പറഞ്ഞു. 12 ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ ഒരു മുൻ ധനകാര്യമന്ത്രിയുടെ മനസ്സിലൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യുക. കുറച്ച് പണം വരുന്നതിനെക്കുറിച്ചും ആലോചിക്കും. പക്ഷേ കുറച്ച് പണം വന്നു, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പോക്കറ്റിലെ പണം ചോർന്നു പോയി. അതല്ലേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അബ്സല്യൂട്ട്ലി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പുറത്തുനിന്ന് വോട്ട് വന്നില്ല, അതൊരു വശം. പക്ഷേ LDFന്റെ എന്ന് കരുതിയ ഇത്രയും വോട്ട് വരാതിരുന്നത് എങ്ങനെയാണ്? അത് വരാതിരുന്ന് കഴിഞ്ഞിട്ടും ഉണ്ടായ നരറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LDFന്റെ ഒക്കെ വോട്ടുകൾ തൂത്തുപുറക്കി വന്നിട്ടുണ്ട്, വലതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് വരാതിരുന്നത്. അങ്ങനെയല്ല, അവരെക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് വരാതിരുന്നത്. വന്ന വോട്ടുകളിൽ പോളിംഗ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഇത്രയും വോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത്രയും 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ നേർവിപരീതമായിട്ട് മാറുന്നു. വെച്ചാൽ ഉറച്ചിപ്പുറത്ത് വോട്ട് ചെയ്യുമെന്ന് കരുതിയ ഒരു നല്ല സംഖ്യ ആളുകൾ, ഒരു 50,000-ൽ പരം വോട്ടുകൾ മറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പുറത്തേക്ക്. കയ്യിൽ ഇത്രയും ഉണ്ടല്ലോ, ഇനി കുറച്ചുകൂടി വന്നേച്ചാൽ മതി എന്ന്. പക്ഷെ കയ്യിലുള്ളത് ചോർന്നു. അപ്പോൾ ഈ കയ്യിലുള്ളത് ചോർന്നു പോയി എന്ന് പറയുന്നത് ഒരു വലിയ ഗുരുതരമായ പ്രശ്നമല്ലേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം? അതായത് ഒന്നുകിൽ ഇടതുപക്ഷത്തിലുള്ളവർ തന്നെ മാറി ചെയ്യുന്നു, അവർ ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷം ശരിക്കും കണ്ണു തുറന്ന് കാണേണ്ട ഒരു ഗുരുതരമായ പ്രശ്നം അവിടെ ഇല്ലേ? അതെ അതെ, അതാണ് അതിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം. ഇടതുപക്ഷത്തിന് 69 ശേഷം കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ വോട്ടാണത്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധന നടക്കും. ആ പരിശോധന മുകളിൽ നിന്ന് നടത്താൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ, താഴെത്തട്ടിൽ അവിടെ അറിയാൻ പറ്റുള്ളൂ. കൃത്യം ഒന്ന് അറിഞ്ഞുകൂടെങ്കിൽ ആരൊക്കെ വോട്ട് ചെയ്യാൻ വരാതിരുന്നത്, അതിന് നമ്മുടെ ആൾക്കാർ എത്രയുണ്ട്, ഏത് വിഭാഗത്തിൽ പെട്ടവരാണ്, ഏതാണ്ട് അത് തന്നെയായിരിക്കും വോട്ട് ചെയ്തിട്ടും മറിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൂത്ത് തലത്തിൽ ഇത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ബേസ് എവിടെയാണ്? ഇടതുപക്ഷത്തെ 80% വോട്ടും താഴെത്തട്ടിലുള്ള 50% നിന്നാണ്. 20% അതിൻ്റെ മുകളിൽ വരത്തുള്ളൂ. അത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്നുള്ള പിന്തുണയിലാണ് ചോർച്ചയുണ്ടായിട്ടുള്ളത്. പാവങ്ങൾ കിട്ടിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇടതുപക്ഷം കൊടുത്തിട്ടുള്ളതാണ്. 1600 രൂപ പെൻഷൻ നൽകുന്നതിൽ UDFന്റെ സംഭാവന 100 രൂപ മാത്രമാണ്, ബാക്കി മുഴുവൻ LDFൻ്റെതാണ്. അത് ആളുകൾ ഓർമ്മ വളരെ പരിമിതമാണ്. തൊട്ടു മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ, അതിക്ക് മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക വളരെ പ്രയാസമാണ്. ദാറ്റ് ഇസ് യൂണിവേഴ്സൽ. അതാ ഇലക്ഷന് തൊട്ട് മുന്നേ പോയിട്ട് സാധനങ്ങൾ കൊടുക്കുന്നത്. കാരണം ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്കത്തില്ല, തൊട്ട് മുമ്പ് നടക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇടതുപക്ഷം എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്
സമൂഹത്തിലെ അടിസ്ഥാന വർഗ്ഗത്തെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ വോട്ട് വരുന്നതും അടിസ്ഥാന വർഗ്ഗങ്ങളിൽ നിന്നാണ്. അത് മുകളിലോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ഈ അടിസ്ഥാന വർഗ്ഗത്തിന് ധനകാര്യ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പണച്ചുരുക്കം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആ അല്ലെങ്കിൽ ആ സമൂഹത്തിന്, ആ ഒരു ക്ലാസ്സിന് സർക്കാരിൻ്റെ ചില പ്രവർത്തനങ്ങൾ, നേതൃത്വം കൊടുക്കുന്നവരുടെ ചില ശൈലികൾ, ഇതിനെക്കുറിച്ചെല്ലാം എതിർവികാരം ഉണ്ടാകാം. ഇതൊക്കെ കൂടി ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ട്. അല്ലാതെ രാഷ്ട്രീയ നയവ്യത്യാസമൊന്നുമല്ല, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുള്ള തൃപ്പൊന്നുമല്ല. ഇത്തരത്തിലുള്ള അതൃപ്തി വന്നിട്ടുണ്ട്. കാരണം 1600 രൂപ പെൻഷൻ എന്ന് പറയുന്നത് 2-3 വർഷമായിട്ട് കൃത്യമായിട്ട് 26-ാം തീയതി കിട്ടി ശീലിച്ചു. അത് കിട്ടാതെ വരുമ്പോൾ ഈ ജീവിതത്തെ ബാധിക്കുമെന്ന് ഇതുപോലെ പലതിലും സാധാരണ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നമാണ്. അതിനപ്പുറം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവർ പ്രതീക്ഷിക്കുമല്ലോ, ഞാൻ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ പക്ഷം അവരിങ്ങനെയല്ല ആകേണ്ടത്, ആ രാഷ്ട്രീയം ഇങ്ങനെയല്ല ആകേണ്ടത്, ആ നേതാക്കൾ ഇങ്ങനെയല്ല ആകേണ്ടത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇങ്ങനെയല്ല ആകേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നവർ അത് ഇനിയും തുടരും എന്നുള്ളതല്ലേ. അപ്പോൾ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് എന്താ, ഇതെങ്ങനെയാണ് തിരുത്താൻ പറ്റുക എന്നുള്ളത് ഗൗരവമായിട്ട് ആലോചിക്കുന്നത്. എല്ലാം ചെയ്യാനുള്ള പണമില്ല, ദാറ്റ്സ് വെരി ക്ലിയർ. ഇത് മുൻ ധനമന്ത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം താങ്കൾ എപ്പോഴും ആ ധനകാര്യ മാനേജ്മെൻറ്റുമായിട്ട് മാത്രമാണ് ബന്ധപ്പെടുത്തി കാണുന്നതെന്ന് തോന്നുന്നു. അത് അല്ലാതെയുള്ള പ്രശ്നങ്ങൾ, അത് ശരിക്കും ആളുകൾക്ക് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നവർക്ക് നിരാശ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടും കൂടിയല്ലേ ഇത്രയും വലിയ പരാജയം ഉണ്ടായത്? മറ്റു പലതും ഉണ്ടാവും, പക്ഷെ ഇതാണ് ഞാൻ അടിസ്ഥാന കാര്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആളുകൾ ചിലത് ശൈലിയെക്കുറിച്ചുമൊക്കെ പറയും. അതൊക്കെ ഉണ്ടായിരുന്നപ്പോഴല്ലേ കഴിഞ്ഞ 2021 റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അതൊന്നുമല്ല അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ ധനകാര്യ പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിച്ചതാണ്. അതിങ്ങനെ അതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമുള്ള കരുനീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. 2006-2011 കഴിയുമ്പോൾ അന്ന് 2011 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് VS സർക്കാരിന് അധികാരം നഷ്ടപ്പെടുന്നത്. 2016-21 ആകുമ്പോഴത്തേക്ക് സർക്കാരിൻ്റെ തുടർച്ചയും ഉണ്ടാകുന്നുണ്ട്. അന്ന് 2 തവണയും മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നപ്പോൾ ഈ കിഫ്ബിയുടെ പേരിൽ ഇപ്പോൾ EDയുടെ അന്വേഷണം, നോട്ടീസിന് പുറകെ നോട്ടീസ്, അത് നേരിടുന്ന ഒരു അവസ്ഥയിലാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത്. വ്യക്തിപരമായിട്ട് താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? വ്യക്തിപരമായിട്ട് എന്തൊന്ന് പേടിക്കാനായിട്ട്? എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. എന്തിനാ എന്നെ വിളിപ്പിക്കണമെന്ന് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. ഒരു പുകമറ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളാണ്. അപ്പം അതിന് പഴങ്ങായിരുന്ന നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കുന്ന കേന്ദ്രത്തിൻ്റെ നടപടി, നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടി, ഇതിനെതിരെ എല്ലാം നമ്മൾ കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ നയങ്ങൾക്കെതിരെ നമ്മൾ സമരം ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിലാണെങ്കിലും രാഷ്ട്രീയമായിട്ട് BJPയും കേന്ദ്ര സർക്കാരിനെയും നേരിടുന്നതിൽ ഇടതുപക്ഷം ഫലപ്രദമായിരുന്നു. ഞാൻ ചോദിക്കാൻ കാര്യം, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിശക്തമായിട്ടാണ് BJPയെ നേരിടുന്നത്. ആ DMK മൊത്തത്തിൽ ആ ഒരു രീതിയിൽ തമിഴ്നാടിനെ മാറ്റിക്കഴിഞ്ഞു. ബംഗാളിൽ 13 വർഷമായി ഭരിക്കുന്ന മമതാ ബാനർജി പല്ലും നഖവും ഉപയോഗിച്ച് BJP എതിർക്കുന്നുണ്ട്. അത്തരം ഒരു എതിർപ്പ് CPMൽ നിന്ന്, ഇടതുപക്ഷത്തിൽ നിന്ന് കേരളത്തിൽ കണ്ടില്ല എന്ന് വിമർശനം പറയുന്നവരുണ്ട്. അത് കുറേയൊക്കെ ശരിയുമാണ്. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇപ്പോഴാദ്യമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് BJP കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ട് കേരളത്തിനുള്ളിൽ ഇങ്ങനെയല്ലേ തർക്കം വരത്തുള്ളൂ. LDFും UDFും. LDF BJP അങ്ങ് നഖശകാന്തം തീർക്കാൻ പോകാന്നിട്ട് UDFിനെ വിടുക. എത്ര പാത്തറ്റിക്കായിരിക്കും കേരളത്തിനുള്ളിലുള്ള UDF LDF ബലാബലം. 2 പോരാട്ട മുഖങ്ങൾ തുറക്കേണ്ട അവസ്ഥയിലാണ് CPM. അതെ, ഇപ്പം ഇനിയിപ്പോൾ 2 മുഖങ്ങളും തുറക്കേണ്ടി വരും. അപ്പോൾ അത് പരിശോധിക്കണം. എന്തുകൊണ്ടാണോ LDFിൻ്റെ വോട്ടുകളൊരു ഭാഗം BJPയിലേക്ക് പോയത്, അതിൻ്റെ പശ്ചാത്തലം എന്താണ്? CPMനും ഇടതുപക്ഷത്തിനും അക്കാര്യത്തിൽ വലിയൊരു പാളിച്ച പറ്റിയില്ല. അതായത് അമിതമായ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും ക്യാമ്പയിൻസ് നടത്തിയത്, അല്ലെങ്കിൽ വലിയ പ്രചാരണ പരിപാടികൾ നടത്തിയത്, ഇതെല്ലാം അവരോട് മാത്രം ചേർന്ന് നിൽക്കാൻ CPM ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ വോട്ട് കിട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാവുകയും അതോടൊപ്പം ആ വോട്ട് വേണ്ടത്ര കിട്ടിയതുമില്ല, ഭൂരിപക്ഷ സമുദായം അകന്നു പോവുകയും. പറയുമ്പോൾ ഓർത്തച്ചാൽ മതി, ഒരു ഇറാഖ് യുദ്ധത്തിൻ്റെ കാലത്ത് EMS ഞങ്ങൾ സദ്ദാമിനൊപ്പമാണ്, നിങ്ങൾ ആരോടൊപ്പമാണ്? സെയിം. കേരളത്തിന് ഇങ്ങനെ ഒരു സാമ്രാജ്യവിരുദ്ധ പശ്ചാത്തലമുണ്ട്. അതിന്
ആ നിലപാടാണ് പാലസ്തീനിലും എല്ലാത്തിലും എടുക്കുന്നത്. പക്ഷെ അന്നും ഇന്നും തമ്മിൽ കാലത്തിലൊരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് ഈ BJP ഒരു ഫാക്ടറല്ല. ഇതിനെ പ്രീണനമായിട്ട്, ഈ സാമ്രാജ്യ വിരുദ്ധ നിലപാടിനെ ഒരു പ്രീണനമായിട്ട് വ്യാഖ്യാനിച്ച് വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഇവിടെ ഇല്ല. ഇന്നുണ്ട്. അപ്പോൾ CPMന്റെ നിലപാടൊന്നുമല്ല മാറിയിട്ടുള്ളത്. പക്ഷെ പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിതിനു വേണ്ടി എടുക്കുന്ന നിലപാടുകളെയൊക്കെ മുസ്ലിം പ്രീണനമായിട്ട് വ്യാഖ്യാനിച്ച് അതൊരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രാഷ്ട്രീയ ശക്തികളുണ്ട്. സോ ദിസ് ഹാസ് ബിക്കം എ വെരി ഡെലിക്കേറ്റ് പോയിന്റ്. ഇതെങ്ങനെയാണ് ഈ ഒരു ടാക്ടിക്സ് പ്ലേ ചെയ്യുക? അപ്പം അത് ഇതുവരെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ അവലോകന യോഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം പാർട്ടി സെക്രട്ടറി പറയുമ്പോഴും SNDP വഴി BJP വോട്ടുകൾ പിടിക്കാൻ ശ്രമിച്ചു, BDJS വഴി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലം, അല്ലെങ്കിൽ പാലക്കാട്, അങ്ങനെയുള്ള പല മണ്ഡലങ്ങളിലും, ആലപ്പുഴ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നത് നോക്കിക്കഴിയുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളും ഈ ഹൈന്ദവ വർഗീയത ആദർശങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇതുവരെയും ഇങ്ങനെ BJP കേരളത്തിൽ വളരില്ല എന്നതിനെ അടിസ്ഥാനമാക്കിയിരുന്നത് പറഞ്ഞിരുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ മതനിരപേക്ഷ ആശയങ്ങളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്. അപ്പുറത്ത് നല്ല മനുഷ്യനാവണമെങ്കിൽ ഹിന്ദു ആണെന്ന് ഇതെങ്ങനെ ഒത്തുപോകണം എങ്ങനെ? അതുകൊണ്ട് ഈ നവോത്ഥാന ആശയങ്ങളെ ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികളുണ്ടാവും, പ്രവർത്തനങ്ങൾ വേണം. അതോടൊപ്പം ഉള്ള സംവാദങ്ങൾ ഇത്തരത്തിൽ BDJS എല്ലാം കാണിക്കുന്നതിന് BDJS വലിയ ആരവം കൂട്ടി വന്നിട്ട് മൂലക്ക് ഇരുത്തിയതാണ് കേട്ടോ. അന്നത്തെ ഉള്ള രീതിയിലുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും. സമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു നിർണായകമായ പങ്കുണ്ട്. മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമ വിമർശനം വേണം. അപ്പോൾ മാധ്യമ വിമർശനത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, മാധ്യമ വിമർശനം നടത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ രീതി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാര്യമാണ്? ഞാനത് അങ്ങനെ കരുതുന്നില്ല മാധ്യമങ്ങളെല്ലാം ശത്രുപക്ഷത്താണെന്ന്. മാധ്യമങ്ങൾക്ക് ഉടമസ്ഥന്മാരുണ്ട്. അപ്പോൾ പണ്ട് ഉടമസ്ഥന്മാർ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ ഉടമസ്ഥന്മാർക്ക് സ്വാതന്ത്ര്യം BJP കൊടുക്കുന്നില്ല. BJP ഡിക്റ്റേറ്റ് ചെയ്യണം ഇന്നത് വേണം എന്നുള്ളത്. അതുകൊണ്ട് അതിന് കീഴ്പ്പെടാനായിട്ട് നിർബന്ധിതരാണ്. അവിടെ ജോലി ചെയ്യുന്ന പത്രക്കാരൻ ശമ്പളം തരുന്ന ആൾ പറയണ കേൾക്കണ്ടേ? ദേശാഭിമാനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ദേശാഭിമാനി ചെന്ന് പറഞ്ഞാൽ കേൾക്കണം. ഇവിടെയാണെങ്കിൽ അങ്ങനെ. സോ ഇത് വിമർശനം മാധ്യമ പ്രവർത്തകരെ രാജാവിനേക്കാൾ രാജ്യഭക്തിയോടു കൂടി പാദസേവ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. പാരിക്കിനും അർണബിനെ ന്യായീകരിക്കാൻ പറ്റുമോ ചെയ്ത് കിട്ടുന്ന കോപ്രായങ്ങൾ? അപ്പം അതുപോലെയൊക്കെ പെരുമാറുന്ന ആളുകളുണ്ട്. അവരെ നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ബാക്കിയുള്ളവർ അപ്പുറത്ത് നിൽക്കുന്നു പറഞ്ഞിട്ട് ശത്രുവായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ലെന്ന്. ഇനി ഒരു ഇലക്ഷൻ സീസണാണ് ഇനിയും കേരളത്തിൽ വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത വർഷം പഞ്ചായത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഫേസിലേക്കാണ് സർക്കാർ പോകുന്നത്. അവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നമ്മുടെ പണച്ചുരുക്കം എന്നുള്ളതാണ്. ഇത് മറികടക്കാൻ ഇപ്പോൾ കേന്ദ്രത്തിനെ എത്ര നമ്മൾ പഴി പറഞ്ഞിട്ടും കാര്യമില്ല, കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കാര്യമില്ല. എന്ത് ചെയ്യും? അതിൻ്റെ മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കേണ്ടി വരും. എന്താ കഴിഞ്ഞ പിണറായി സർക്കാർ ചെയ്യാൻ ശ്രമിച്ചത്? പാവങ്ങൾക്കുള്ളത് പരമാവധി ഇതുപോലെ പാവങ്ങളെ സഹായിച്ച വേറൊരു സർക്കാർ ഉണ്ടാവില്ല. അതോടൊപ്പം കിഫ്ബിയും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യ നിർമ്മാണം. കിഫ്ബിയെ കുറിച്ച് ഇപ്പോൾ കേൾക്കാനേ ഇല്ല. കിഫ്ബി അങ്ങനെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ 86,000 കോടിയായിട്ടുണ്ട്, അതിൻ്റെ ലിമിറ്റിലായി. അതുകൊണ്ട് കിഫ്ബി ഇപ്പോൾ ആ അതിർത്തിയിലെത്തി അവിടെ നിൽക്കും. സംസ്ഥാന സർക്കാർ അതിൻ്റെ മുൻഗണനകളിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ടി വരും. എന്ത് വന്നാലും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പെൻഷൻ കൊടുക്കും. പെൻഷൻ പൂർണ്ണമായിട്ട് എല്ലാ മാസം കൊടുക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ വേണ്ടെന്ന് നോക്കേണ്ടി വരും. അപ്പം ഏതാണ് വേറെ ചില കാര്യങ്ങൾ എന്നുള്ളത് സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറയും. ഇപ്രാവശ്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്.
പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഭരിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് എതിർവികാരം ഉണ്ടായി എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ എതിർവികാരം ഉണ്ടായി ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ പാർട്ടിക്കാണെങ്കിലും സർക്കാരിനാണെങ്കിലും കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നുള്ള പേര് ഉപയോഗിക്കണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ ഈ അതൃപ്തി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് പറയാ, അവരുടെ പക്ഷത്ത് നിന്ന് ഈ കാര്യങ്ങളെ നോക്കേണ്ടതായിരുന്നില്ലേ? ഈ അവരെന്ന് പറയുന്നതിൽ പല സ്ട്രാറ്റകളുണ്ട്. ഇപ്പോൾ പാവപ്പെട്ടവർ ഇന്നുള്ള പാവപ്പെട്ടവരുടെ പക്ഷത്ത് നിന്ന് നോക്കാം, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പക്ഷത്ത് നിന്ന് നോക്കാം. മക്കളുടെ പക്ഷത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പശ്ചാത്തല സൗകര്യങ്ങൾ തീർത്ത് പുതിയ തൊഴിലവസരങ്ങളുടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനം. പാവങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കിയാലോ അവിടെ തന്നെ രമാതാക്കൾ ഇന്നുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ അവരുടെ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് വേറെ ആരുടെയും പക്ഷത്ത് നിന്നിട്ടല്ല. ഈ സർക്കാർ ഒരു വികസന കാഴ്ചപ്പാട് കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ സാമ്പത്തിക സ്ഥിതി ആകെ മാറിയിരിക്കണം. അപ്പം അതനുസരിച്ച് മുൻഗണനയിൽ മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ഈ അതൃപ്തി ഉണ്ടാവും. ഈ ജനങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. പക്ഷേ അത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വരുമ്പോഴാണെന്ന് ചില പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് നവകേരള യാത്ര ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുക, അവരുടെ മുന്നിലേക്ക് മന്ത്രിമാരെല്ലാവരും ചെല്ലുക. പക്ഷേ ഈ ബസ്, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, അത് സംഘടിപ്പിക്കപ്പെട്ട രീതി, ഇപ്പോൾ പല ജില്ലാ കമ്മിറ്റികളിലും വിമർശനം വന്നായിട്ട് പത്രവാർത്തകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ താങ്കൾ അത് സമ്മതിക്കില്ലായിരിക്കാം. പക്ഷേ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നടപ്പാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണോ? അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളും ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിനൊരു ബാലൻസ് ഉണ്ടോ എന്നുള്ള ആലോചന നടക്കുന്നില്ല. നവകേരള യാത്ര പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. അത് പ്ലസ് തന്നെ മുന്നിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ. വളരെ ഫലപ്രദം വെച്ചാൽ വലിയ കടന്നാക്രമണം സർക്കാരിനെതിരായിട്ടും പ്രവർത്തനത്തിനെതിരായിട്ടും വന്ന നിമിഷത്തിൽ ഒരു മാസക്കാലം കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ജനങ്ങളോട്ടുള്ള നേരിട്ടുള്ള സംവാദത്തിന് വേദിയൊരുക്കി. എന്നാൽ അതിനെക്കുറിച്ചുള്ള പല വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ആളല്ല അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാനായിട്ട്. അത് പാർട്ടി കമ്മിറ്റികളിലും ഉള്ള ചർച്ചകളിലും ഒക്കെ വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നാളെ നമ്മൾ ഇങ്ങനെയുള്ള പ്രചരണത്തിന് പോകുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ഒരു പാഠങ്ങളായിട്ട് അവ എടുക്കുക എന്നുള്ളതല്ലാതെ നവകേരള യാത്ര എന്തോ നഷ്ടം വരുത്തിയായിട്ട് ഞാൻ കരുതുന്നില്ല. തെറ്റുകൾ പോരായ്മകളെ സംബന്ധിച്ച് പല വിമർശനങ്ങളുണ്ട്, പാർട്ടിക്കുള്ളിൽ നിന്നുമുണ്ട്. അത് നാളത്തേക്കുള്ള പാഠങ്ങളായിട്ട് കരുതി മുന്നോട്ട് പോകണം. സർക്കാരിൻ്റെ മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ശൈലി അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവരുടെ ശൈലി മാറണം എന്നുള്ള അഭിപ്രായമുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം അതൊക്കെ സെക്കൻഡറി ആണ്. പ്രധാനമായിട്ടുള്ള ഇത് തന്നെയാണ്. ഇപ്പോൾ ശൈലിയൊക്കെ പെട്ടെന്ന് ആൾക്കാരുടെ ഓരോരുത്തരുടെ മാറ്റാൻ പറ്റും. എൻ്റെ ശൈലി വേറെ ആർക്കെങ്കിലും ഇനിയിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? നിങ്ങളുടെ ചില കാര്യങ്ങൾ ഒറ്റപ്പെടുത്തിയെടുത്തിട്ട് ശൈലിയുടെ നിങ്ങൾ ഏറ്റവും വികൃതമാക്കുക, നിങ്ങളുടെ പേര് കേട്ടാൽ ഇതാ ചിന്തിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള പ്രൊപ്പഗാൻഡ, ആ ഇമേജസാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്നും നമുക്കറിയാം. ഓരോരുത്തരെയും കുറിച്ച് ഓരോ ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ ഈ അത് നമുക്കെതിരായിട്ട് ഉപയോഗിക്കാം. നമ്മൾ തന്നെ ഇമേജിൻ്റെ തടവുകാരനായിട്ട് മാറാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ വിലയിരുത്തേണ്ട അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ ശൈലി അങ്ങ് തെറ്റ്, ഈ ശൈലി ശരി. ഈ വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ ഇമേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2001 മുൻപ് ഡോക്ടർ തോമസ് ഐസക് എന്ന് പറയുന്നത് ജനകീയാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സജീവമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ജുബായിട്ട ആൾ, താടിക്കാരൻ, കട്ടിക്കണ്ണാടി അടച്ച ഒരാൾ. പക്ഷെ 2001 ശേഷമാണ് കുറേ കൂടെ പൊതുസമൂഹത്തിൽ വളരെ വിസിബിൾ ആവുന്നത്. MLA ആയിട്ടുള്ള പ്രവർത്തനം, പാർട്ടിയുടെ നയപരിപാടികളിൽ സജീവമായി ഇടപെടുന്നത്, പിന്നീട് 2006 മന്ത്രിയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തോമസ് ഐസക്കിന് പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഞാൻ പറയുന്നത് പുറത്തുള്ള ഇമേജിനെ കുറിച്ചാണ്. ഇപ്പോൾ പാർട്ടി കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അങ്ങനെ വലിയ റോളൊന്നുമില്ല. അദ്ദേഹം ഒരു പക്ഷേ ഇതിനകത്ത് വലിയ കാര്യമൊന്നും ചെയ്യാനില്ല എന്ന് സ്വയം തോന്നി അദ്ദേഹത്തിൻ്റെതായ മേഖലകളിൽ മാത്രം പ്രവർത്തിക്കുന്ന, അക്കാഡമിക് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. നിങ്ങൾ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത പോലെ ഇനി കേരളത്തിൻ്റെ ധനകാര്യം മാനേജ് ചെയ്യാനായിട്ട് ഇന്നിറങ്ങി പുറപ്പെടാൻ പറ്റുമോ? അപ്പോൾ അന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയും തമ്മിൽ താരതമ്യപ്പെടുത്താനാവില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും കൃത്യമായിട്ട് നിർവഹിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അധികം പേർക്ക് എന്നെ പോലെ ചെയ്യാൻ പറ്റാത്ത എഴുത്ത്, ക്ലാസ് എടുക്കുക,
അപ്പം അതിന് നിശ്ചയമായിട്ടും കൂടുതൽ സമയം ചെലവഴിക്കും. ഇപ്പോൾ 2001 കാര്യം പറയുകയാണെങ്കിൽ 96 VS അച്യുതാനന്ദൻ മത്സരിച്ച് പരാജയപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയെ ഞെട്ടിച്ച പരാജയമുണ്ടായ മാരാരിക്കുളത്ത് മത്സരിക്കാനാണ് താങ്കൾ പോകുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് അതിന് മുമ്പ് താങ്കളെ കഴക്കൂട്ടത്ത് പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്, അറിയില്ല. മാരാരിക്കുളത്ത് മത്സരിക്കുന്നു, അവിടെ വലിയ ഗംഭീരമായിട്ട് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് നടക്കുന്നു, താങ്കൾ അവിടെ ജയിക്കുന്നു. അന്ന് LDFന് അതിഭയങ്കരമായ പ്രതികൂല സാഹചര്യമാണ്, വലിയ പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും അവിടെ ജയിക്കുന്നു. ഈ ഒരു മൈൻഡ് സെറ്റുമായിട്ടായിരിക്കും പത്തനംതിട്ടയിലും പോയത്. പക്ഷെ മാരാരിക്കുളം എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ ആവർത്തിച്ചില്ല? മാരാരിക്കുളം പത്തനംതിട്ട വലിയ വ്യത്യാസമുണ്ട്. മാരാരിക്കുളം അന്ന് നിങ്ങൾ LDF അല്ലെങ്കിൽ UDF, പിന്നെ UDFിലുള്ളതിലും നല്ലൊരു പങ്കാളികൾ എന്തെങ്കിലും LDF ആയിരിക്കും, അറപ്പില്ല LDFിനൊപ്പം വരാൻ. അപ്പോൾ നമുക്ക് പക്ഷം മാറ്റുന്നത് എളുപ്പമാണ് നമ്മുടെ ഒപ്പം കൊണ്ടുവരാനായിട്ട്. പത്തനംതിട്ട അങ്ങനെയല്ല, LDFും UDFും ഇല്ലാത്ത വലിയൊരു വിഭാഗമുണ്ട്. പക്ഷെ അവർക്ക് ഹൈലി പ്രജഡിസ്ഡാണ് ഈ കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ കൊള്ളാം, വളരെ ബഹുമാനമുണ്ട്, നിങ്ങൾ നല്ല മനുഷ്യരാണ്, പക്ഷെ വോട്ട് തരൂല്ല. അല്ല, ഈ പോളിംഗ് കഴിഞ്ഞിട്ടും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ താങ്കൾ പൂർണ്ണ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നോട് അങ്ങനെ മോശമായിട്ട് ഒരു സന്ദർഭത്തിലും ഒരു ഘട്ടത്തിലും ആരും ഉണ്ടായിട്ടില്ല. പിന്നെ LDFിൻ്റെ എല്ലാ വിലയിരുത്തലുകളും നമുക്ക് അനുകൂലമാണ്, വോട്ടിങ് കഴിഞ്ഞിട്ടുള്ളതും. ഇപ്പം മറിച്ചെന്തിന് നമ്മൾ നിലപാടെടുക്കണേ. പക്ഷേ അവർക്ക് പോലും വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വോട്ടുകൾ മാറി. സോ ടോട്ടൽ ഫെയിലിയർ ഇൻ റീഡിങ് ദ പീപ്പിൾ. അവരെന്താ മൈൻഡ് സെറ്റ്. അല്ല, അത് ഈ ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് CPM-നെ കുറിച്ച് പറയുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, പോളിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വോട്ട് വന്നു, എത്ര വോട്ട് പോയി, എത്ര വോട്ടിന് നമ്മൾ ജയിക്കും എന്ന് കൃത്യമായി കണക്കാക്കുന്ന ഒരു സംവിധാനം ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെയുള്ള കഴിവ് കേഡർമാർ കുറഞ്ഞത് മാത്രമല്ല, അങ്ങനെയുള്ള മനസ്ഥിതിക്കാരായിട്ടും ജനങ്ങളും മാറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ആലപ്പുഴയൊക്കെ നമ്മൾ കൃത്യം അറിയാം, ഇവർ ലെഫ്റ്റാണ്, ഇവർ റൈറ്റാണ്, ഇവർ കുറച്ച് പേര് രണ്ടിനും പ്രാവ് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, നല്ലൊരു സംഖ്യ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അത് കൂടിക്കൊണ്ടിരിക്കുക പക്ഷമില്ലാത്തവരുടേത്. അതുകൊണ്ട് റീഡ് ചെയ്യാനും പ്രയാസമാണ്. ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറച്ച് വോട്ട് ചെയ്യാൻ തയ്യാറാവും, വർത്തമാനം പറയാൻ തയ്യാറും, നമ്മുടെ സ്വീകരണത്തിനൊന്ന് കേൾക്കാൻ വേണ്ടി വരും, നമ്മുടെ മുഖാമുഖം നടക്കുമ്പോൾ അവിടെ ഹാജരുണ്ടാവും. പക്ഷേ മനസ്സിൽ വേറെ വ്യാപാരം. ഇപ്പോൾ പാർട്ടിക്കാണെങ്കിലും സർക്കാരിനാണെങ്കിലും ചില തിരുത്തലുകൾ എന്നുള്ളത് എന്തായാലും വേണ്ടി വരും. ഇപ്പോൾ ഈ തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് CPM എത്രയോ നാളായിട്ട് പറഞ്ഞ് പഴകിയ ഒരു കാര്യമാണ്. അത് നിങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ്. പക്ഷേ ഇനിയുള്ള തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമല്ലേ. അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നടത്തുന്നു എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം. അത് സാധാരണ പോലെ മതിയോ, ഇതിനു മുമ്പ് നടന്നതുപോലെ മതിയോ? തിരുത്താതെ നിർവാഹമില്ലെന്ന്. നമ്മൾ നാളെയും റെലവൻ്റായിട്ട് മുന്നേറണോ? നമുക്ക് ഒരു തിരിച്ചുവരവ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വേണോ? ഇന്ന് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ജനങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത് ഉൾപാർട്ടി ചർച്ചകളിൽ വരുന്നു. ഉൾപാർട്ടി ചർച്ചകളിൽ മാത്രമല്ല, നാട്ടിലെ ജനങ്ങളും വർത്തമാനം പറയും, അവർ പത്രങ്ങളിൽ പറയും, പ്രസ്ഥാനം ഇറക്കും. അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാൻ തയ്യാറാണോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴത്തുനിന്ന് ജനങ്ങൾ ഇതിനൊക്കെ എങ്ങനെ നോക്കുന്നു മനസ്സിലാക്കി പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്. മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നിനക്കാവില്ല. അതുകൊണ്ട് എനിക്ക് സംശയം ഇല്ല, മാറ്റങ്ങൾ വരും, തിരുത്തലുകൾ ഉണ്ടാവും. കാരണം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബിസിനസ് ആസ് യൂഷ്വൽ പറ്റില്ല. ആ തിരുത്തൽ എന്ന് പറയുന്നത്, മാറ്റം എന്ന് പറയുന്നത് സംഘടനയ്ക്കോ നയങ്ങൾക്കോ മാത്രം പോലുള്ള വ്യക്തികൾക്കോ ഉണ്ടാവണ്ടേ? കാരണം ഇതൊക്കെ മാറിയാലും മാറാത്ത വ്യക്തികളുണ്ട്. ഇല്ല, വ്യക്തികൾ എത്രയോ മാറിയിരിക്കണമെന്ന്. വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതല്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൂടുതൽ സ്വാധീനം പാർട്ടിയിൽ ഉണ്ടാവുക, അത്തരം ആ വ്യക്തിയുടെ ശൈലികൾ പാർട്ടിയെ മൊത്തത്തിൽ സ്വാധീനിക്കുക. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണോ? EMS ഉണ്ടായിരുന്നപ്പോൾ EMSനായിരുന്നില്ലേ ഒരു ഇന്റലക്ച്വൽ റെവല്യൂഷണറി അതോറിറ്റി എന്ന് പറയുന്ന അവസാന വാക്ക്. അങ്ങനെ ഓരോ കാലത്തും അത് വളരെ സ്വാഭാവികമാണ്. അല്ല, അവർ ഗുണം കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തെറ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പരിശോധിച്ച് അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഇന്നും പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള പ്രോസസ്സിൽ താങ്കളും ഒരു പ്രധാനപ്പെട്ട ആളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.